സംസ്ഥാനത്ത് നെല്ല് സംഭരണം ഇന്ന് പുനരാരംഭിക്കും. ആലപ്പുഴയിലെ 2 മില്ലുടമകളുമായി ഭക്ഷ്യവകുപ്പ് ധാരണയിലെത്തി. ഔട്ടേൺ റേഷ്യോ 66.5 കിലോ എന്നത് ഉടമകൾ സംബന്ധിച്ചു. ഇന്ന് തന്നെ പരമാവധി നെല്ല് സംഭരിച്ച് തുടങ്ങും. വൈകിട്ട് 5 മില്ലുടമകളുമായും സർക്കാർ ചർച്ച നടത്തും. അതിനുശേഷം മറ്റിടങ്ങളിലെ നെല്ല് സംഭരണം സംബന്ധിച്ച കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. ഷിജു കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജു, വിശദാംശം. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയധികം പ്രതിസന്ധികൾ നിലനിന്നിരുന്നു. മന്ത്രിതല ചർച്ചയിൽ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലൊന്നും മില്ലുടമകൾ സമ്മതിക്കാതെ വന്നതോടുകൂടി സംസ്ഥാനത്തെ നെല്ല് സംഭരണം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിനിപ്പോൾ താൽക്കാലികമായിട്ടുള്ള പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഏതാണ്ട് 40-ലധികം മില്ലുടമകളുണ്ട്. ഇതിൽ മില്ലുടമകളുടെ സംഘടനകളെ മാറ്റി നിർത്തിക്കൊണ്ട് മില്ലുടമകൾ മാത്രമായിട്ട് ഇപ്പോൾ മന്ത്രിതലത്തിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. ഭക്ഷ്യമന്ത്രി GR അനിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മില്ലുടമകളുമായി ചർച്ച നടത്തിയതിൽ 2 മില്ലുടമകൾ നെല്ല് സംഭരിക്കാം എന്നുള്ള ഉറപ്പ് ഭക്ഷ്യവകുപ്പിന് കൊടുത്തിട്ടുണ്ട്. നിലവിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ യോഗത്തിൽ നൽകിയ നിർദ്ദേശത്തിന്റെയും അല്ലെങ്കിൽ ഉറപ്പുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് മില്ലുടമകൾ ഇപ്പോൾ നെല്ല് സംഭരിക്കാൻ തയ്യാറായിട്ടുള്ളത്. ആലപ്പുഴയിലെയും തൃശ്ശൂരിലെയും അടക്കമുള്ള സംഭരിച്ച നെല്ലുകൾ ഇന്ന് തന്നെ സംഭരിച്ചു തുടങ്ങും എന്നുള്ള കാര്യം നിലവിൽ മില്ലുടമകൾ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം 100 കിലോ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്ട്രെയിൻ റേഷ്യോ ആയിട്ട് 66.5 കിലോ നെല്ല് അരിയാക്കി നൽകാം എന്നുള്ള ഉറപ്പ് ഈ 2 മില്ലുടമകൾ സമ്മതിച്ചിട്ടുണ്ട്. മറ്റ് ഉറപ്പുകൾ ഈ GST അടക്കമുള്ള കാര്യങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ ചിലവ്, മറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ സമയബന്ധിതമായി തന്നെ നൽകാം എന്നുള്ള കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് കൂടി മില്ലുടമകൾ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ 2 മില്ലുടമകൾ ആലപ്പുഴയിലെയും തൃശ്ശൂരിലെയും നെല്ലെടുക്കാൻ ഇപ്പോൾ സന്നദ്ധരായിട്ടുള്ളത്. ഇന്ന് തന്നെ ആലപ്പുഴയിലെ നെല്ല് സംഭരിച്ചു തുടങ്ങും എന്നുള്ള കാര്യമാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം മറ്റ് 3 മില്ലുടമകളുമായിട്ട് മന്ത്രിതലത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. അങ്ങനെ മറ്റ് 5 മില്ലുടമകൾ കൂടി നെല്ല് സംഭരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആലപ്പുഴയിലെയും കുട്ടനാട്ടിലെയും തൃശ്ശൂരിലെയും അതുപോലെ തന്നെ പാലക്കാട്ടെയും അടക്കം നെല്ല് എത്രയും വേഗം തന്നെ സംഭരിച്ച് എടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടി ഭക്ഷ്യവകുപ്പ് നിലവിൽ പങ്കുവെക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മില്ലുടമകളുടെ സംഘടനകളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് മില്ലുടമകൾ മാത്രമായിട്ട് ഭക്ഷ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നത്. അജി.